Hey guys, welcome back to the channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈ ടോപ്പ് 5 ബെസ്റ്റ് anime ഓഫ് ദി സീസൺ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫിഫ്ത്ത് anime ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് ആണ്. ഒരു റോയൽ ജീവിതത്തിൽ നിന്ന് പുനർജന്മം ലഭിക്കുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. മുൻ ജീവിതത്തിൽ ജീവിച്ച എല്ലാവരെയും ജയിച്ച ലോകത്തേക്ക് ആർത്തർ ലൂയിവൻ എന്ന പേരിൽ പുനർജന്മം ലഭിക്കുന്നു. പക്ഷേ ഈ ലോകം പലവിധ മാജിക്കുകളും അപകടങ്ങളും നിറഞ്ഞതിനായതിനാൽ അവൻ വീണ്ടും ശക്തനാവാനായി വളരെ തീരുമാനിക്കുന്നു. കുഞ്ഞിക്കാലം മുതൽ അനേകം പ്രയാസങ്ങൾ കടന്ന് ശക്തിയും അറിവും നേടുന്നു. ശക്തമായ ക്യാരക്ടേഴ്സ്, മികച്ച ആർക്കും നല്ലൊരു കഥാപാത്രമാണ് ഈ സീരീസിൻ്റെ പ്രധാന ആകർഷണം. ആക്ഷൻ, മാജിക്, ഇമോഷൻ എന്നിവ ഒരുമിച്ച് ചേർത്തൊരു അടിപൊളി അനുഭവം തരുന്ന സീരീസാണിത്. നിങ്ങൾക്ക് ഫാൻറ്റസി മാനുവ ഇഷ്ടമാണെങ്കിൽ ഇത് തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ ഇത് 5 സ്ഥാനത്ത് കൊടുക്കാൻ കാരണം മെയിനായിട്ട് ഇതിൻ്റെ ആനിമേഷനാണ്. പിന്നെ ആർക്കിൻ്റെ പേസിങ് എനിക്ക് സ്ലോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത് കമൻറ്റ് ചെയ്യുക. 4 സ്ഥാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ടു ബി ഹീറോ എക്സ് ആണ്. ഒരു ചൈനീസ് സഹസംവേദ അനിമയാണ്. ഹീറോകളുടെ ശക്തി ജനങ്ങൾ വിശ്വാസത്തിനെ ആശ്രയിച്ച് ഒരു ലോകത്തെക്കുറിച്ചാണ് ഈ സീരീസ്. ജനങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് അതനുസരിച്ച് ശക്തി ലഭിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ ശക്തി നഷ്ടപ്പെടും. ഹീറോകളുടെ വിശ്വാസം കൈവശം വായിക്കുന്നവർക്ക് എക്സ് എന്ന പദവി ലഭിക്കും. ഇത് ഏറ്റവും ഉയർന്ന റാങ്കാണ്. പ്രതിവർഷം ഹീറോകൾ തമ്മിൽ മത്സരം നടത്തുകയും ജനങ്ങളുടെ വിശ്വാസം അടിസ്ഥാനമാക്കി അവരുടെ റാങ്കുകൾ പുതുക്കുകയും ചെയ്യുന്നു. സീരീസ് ആനിമേഷൻ സ്റ്റൈൽ 2Dയും 3Dയും ചേർന്നതാണ്. ഇത് കാഴ്ചയിൽ പുതുമയും ആകർഷണം നൽകുന്നു. ഹീറോകളുടെ ജീവിതം അവരുടെ വിശ്വാസം നിലനിർത്തുന്ന പോരാട്ടങ്ങളും സീരീസ് വിശദമായി കാണിക്കുന്നു. ടു ബി ഹീറോസ് ആക്ഷൻ, ഹാസ്യം, സാമൂഹിക വിമർശനം എന്നിവയെ സമന്വയത്തോടെ പ്രേക്ഷകരെ ആകർഷിക്കുന്നു. പുതുമയുള്ള ആനിമേഷൻ ശൈലി, ശക്തമായ കഥാപാത്രങ്ങൾ, മനോഹരമായ സംഗീതം എന്നിവയെ ഈ സീരീസിന് ശ്രദ്ധേയമാകുന്നു. ഹീറോസിൻ്റെ അനുഭവത്തെ വ്യത്യസ്തമായ ഒരു അനുഭവം തേടുന്നവർക്ക് ഇത് മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും. പിന്നെ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് ടോപ്പ് 10 ഹീറോസ് ഓഫ് ആ സീരീസിൽ ടോപ്പ് 10 ഹീറോസാണ്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ഇടുക, നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻ മൈ ലിസ്റ്റ് ഈസ് ഫ്രം ഓൾഡ് കൺട്രി ബംകിൻ ടു മാസ്റ്റർ സോർട്സ്മാൻ. കഥയുടെ നായകൻ്റെ പേര് ബെറിൻ ഗാർനറ്റ്. ഗ്രാമീണ പ്രദേശത്തെ ഒരു ചെറിയ ഡോജോയിൽ വാൾ പിടിപ്പിക്കുന്ന ഒരു മധ്യവയസ്കനാണ്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സാധാരണമായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുൻ വിദ്യാർത്ഥികളിൽ ഒരാൾ അദ്ദേഹത്തെ രാജധാനിയിലേക്ക് ലൈബ്രറിയൻ ഓർഡർ എന്ന നൈറ്റ് ഓർഡറിൻ്റെ പ്രത്യേക പരിശീലനം നിയമിക്കുന്നു. അദ്ദേഹം രാജധാനിയിൽ എത്തുമ്പോൾ മുൻ വിദ്യാർത്ഥികളെല്ലാം പ്രമുഖ നൈറ്റ്, ശക്തമായ മജീഷ്യൻ, ഉയർന്ന റാങ്കുകൾ, അഡ്വഞ്ചർ തുടങ്ങിയവരായി മാറിയിട്ടുണ്ട്. അവർക്കിപ്പോഴും ബെർലിൻ്റെ പരിശീലനം ആവശ്യമാണെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഈ സീരീസ് ആക്ഷൻ, ഹാസ്യം, വ്യക്തിത്വ വികസനം എന്നിവയെ സമന്വയത്തെ പ്രേക്ഷകരെ ആകർഷിക്കുന്നു. ബെർലിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ മുൻ വിദ്യാർത്ഥികളുടെ വളർച്ച, അവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ സീരീസ് പ്രധാനമായി ആകർഷണങ്ങളാണ്. ഒരു ഹൃദയസ്പർശിയായ പ്രചോദനപരമായ ഫാൻറ്റസി ആനിമ അനുഭവമാണ്. വ്യക്തിഗത വളർച്ചയും ഗുരുശിഷ്യ ബന്ധവും ആസ്വദിക്കുന്നവർക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും. സകല സിനിമ ലാസറസ്. പ്രശസ്ത സംവിധായകൻ ഷിനിച്ചിറോ വത്താബെയുടെ പുതിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ സീരീസാണ്. 2083 ഡോക്ടർ സ്കിന്നർ എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് വികസിപ്പിച്ച ഹാപ്ന മരുന്ന് ലോകത്തെ വേദനകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ സ്കിന്നർ ഹാപ്നയുടെ അപകടകരമായ സൈഡ് വെളിപ്പെടുത്തുന്നു. മരുന്ന് ഉപയോഗിച്ച് എല്ലാവരും 30 ദിവസത്തിനുള്ളിൽ മരിക്കും. ഈ ഭീഷണി നേരിടാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 5 വിദഗ്ധരെ ഉൾപ്പെടുത്തി ലാസറസ് എന്ന ടീം. അവർക്കുള്ള ടാസ്ക് 30 ദിവസത്തിനുള്ളിൽ സ്കിന്നറെ കണ്ടുപിടിക്കുക, മരുന്നിൻ്റെ പ്രതിവിധി കണ്ടെത്തണം. മാപ്പയാണ് ഇതിൻ്റെ ആനിമേഷൻ. ആനിമേഷൻ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ടോപ്പ് നോച്ചാണ്. കൗബോയ് ബീപ്പോപ്പ് പോലുള്ള അനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ലാസറസ് ഒരു പുതിയ അനുഭവം നൽകും. ആക്ഷൻ, ത്രില്ലർ, സയൻസ് ഫിക്ഷൻ എന്നിവയുടെ സമന്വയമാണ് ഈ സീരീസ്. എല്ലാവരും ഒരുവട്ടമെങ്കിലും കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, മൈ ഫേവറേറ്റ് അനിമി ഓഫ് ദി സീസൺ ഈസ് ടിയോഗോണിയ. ഒരു ഡാർക്ക് ഫാൻറ്റസി അനിമയാണിത്. നിങ്ങൾ റീമോൺസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബെറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അനിമി ഇഷ്ടപ്പെടും. ഈ സീസണിൽ തന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത അനിമി ഇതാണ്. ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടതാണ്. ബട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ദി സീസൺ ഇൻ മൈ ഒപ്പീനിയൻ. കഥയുടെ പ്ലോട്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് ഹ്യൂമൻസ്, ഡെമി ഹ്യൂമൻസ് തമ്മിലുള്ള യുദ്ധമാണ്. ഇതിലെ പവർ സ്കെയിൽ എന്ന് വെച്ചാൽ ഗോഡ് സ്റ്റോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഗോഡ് സ്റ്റോൺ ഹൃദയമാണ്. എനിമിയെ കൊന്നിട്ട് ഹൃദയം പൊട്ടിച്ച് അതിൽ വെള്ളം കുടിക്കും.
അപ്പം ശക്തി കിട്ടും. ഇവൻ അങ്ങനെ ഒരു ഓർക്കുമായി യുദ്ധം ചെയ്യുമ്പം ആ ഓർക്ക് ഇവനെ തെള്ളി ഒരു മലയുടെ അടിവാരത്തിലിടും. അവിടെ വെച്ച് ഇവന് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. അവിടെ നിന്ന് തന്നെ ഇവൻ്റെ നാട് രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ ആനിമി സീരീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.